മാന്നാർ മച്ചൻസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ LCU ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ്. അപ്പോൾ LCU ഷോർട്ട് ഫിലിമിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു സംഭവമൊക്കെ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LCU ഷോർട്ട് ഫിലിം നമുക്ക് എല്ലാവർക്കും അറിയാം. ചാപ്റ്റർ 0 എന്ന് പറഞ്ഞാണ് അതിൻ്റെ ഒരു ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ ഒരു വർഷത്തിന് മുന്നേ തന്നെ ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇറങ്ങുന്നില്ല എന്നൊക്കെ. പിന്നെ ഡേറ്റ് മാറ്റി, പിന്നെ മാസം മാറി, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു. ഇപ്പം വരുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LCU ഷോർട്ട് ഫിലിം അവർ അത്യാവശ്യം എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളുടെ വേണ്ടി ഷൂട്ട് ചെയ്യാനുള്ള ഒരു വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ആക്ടർക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടാണ് വരുന്നത്. ആ ആക്ടർ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ് സിനിമയിലെ, അതായത് LCUവിൽ തന്നെ അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെ ഒരു നടനാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം വരുന്ന കൂടുതലായിട്ടും ആൾക്കാർ പറയുന്നത് ഇപ്പം ദില്ലിയാണ് ഇത് വരുന്നതെന്നാണ് പറയുന്നത്. കാരണം ഇപ്പം ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമയെന്ന് പറഞ്ഞാൽ ഇപ്പം കോലി കഴിഞ്ഞിട്ടുള്ള പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകേഷിൻ്റെ പടം അത് കൈദി 2 ആണ്. അപ്പം കൈദി 2വിൻ്റെ ഇറങ്ങുന്നതിന് മുന്നേ അവർക്ക് എന്തായാലും ഈ ഷോർട്ട് ഫിലിം ഇറക്കണം. കാരണം കൈദി 2വിലും കൂടുതലായിട്ടും എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പം എന്തായാലും അവർക്ക് ഇത് ഇറക്കിയേ പറ്റത്തുള്ളൂ. എന്തായാലും വിജയ്, അതുപോലെ തന്നെ സൂര്യ, കമൽഹാസൻ ഇവരൊന്നും ആകാൻ സാധ്യതയില്ല ആ ഷോർട്ട് ഫിലിമിൽ ഒരു ക്യാമിയോ റോൾ വരുന്നത്. എന്തായാലും അത് കാർത്തി തന്നെ ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു ഇത്. കാരണം ആ കാർത്തി വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു സെക്കൻഡ് ആ ഒരു കൈദി 2വിലെ സംഭവം എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ റോളക്സ് ആണെങ്കിൽ തന്നെയും കൈദി 2വിന് ശേഷമാണ് റോളക്സ് സ്റ്റാൻഡേലോണൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഷോർട്ട് ഫിലിമിൽ തന്നെ അതിൻ്റെ ഒരു പാർട്ട് മാത്രമായിരിക്കത്തില്ല. ആ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങുന്നത് ഫസ്റ്റ് പാർട്ട് മാത്രമായിരിക്കത്തില്ല, ഒരു സെക്കൻഡ് പാർട്ടോടൊക്കെ കാണും അതിന്. എന്തായാലും എന്താണ് LCU എന്താണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് തരാൻ വേണ്ടിയാണ് ലോകേഷ് ഈ ഷോർട്ട് ഫിലിം എടുക്കുന്നത്. അപ്പം ഈ ഷോർട്ട് ഫിലിമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേറെ ഇറങ്ങിയതാണ് സത്യം പറയേണ്ടത്. കുറേ നാളായിട്ട് ഈ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: കാർത്തി ഇതിനകത്തൊരു ക്യാമിയോ റോൾ, അതായത് നമ്മുടെ ദില്ലി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ക്യാമിയോ റോൾ ചെയ്യും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതിനുവേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ക്യാമിയോ റോളൂടെ പുള്ളി കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഷോർട്ട് ഫിലിം ഫുള്ള് കംപ്ലീറ്റ് ആകും എന്നുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ആ ഷോർട്ട് ഫിലിം കാണുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വേറെ റേഞ്ചിലുള്ള ഫീൽ ആയിരിക്കും. കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇപ്പം വിക്രം ഇറങ്ങിയ സമയത്ത് ലാസ്റ്റ് സീനിൽ റോളക്സ് വരുന്നത് ചില ആൾക്കാർ, അല്ലെങ്കിൽ എല്ലാവരും അവർ അറിഞ്ഞിട്ടാണ് പോയത് സൂര്യ ഈ സിനിമയ്ക്കകത്തുണ്ടെന്ന്. അപ്പോൾ പക്ഷേ ഒരു ദിവസം മുമ്പ് ഈ സിനിമ റിലീസാകുന്നതിന് ഒരു ദിവസം മുമ്പേ ഒഫീഷ്യലായിട്ട് പോസ്റ്ററും പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു, സൂര്യ ആരാണെന്നുള്ള രീതിക്ക് ഇങ്ങനെ ചോദിച്ചുള്ളൊരു പോസ്റ്റർ. അപ്പോഴെല്ലാവർക്കും അറിയും. പക്ഷെ നമ്മൾ ആ സിനിമയിലോട്ട് പോയപ്പോൾ, ആ സിനിമ കണ്ടപ്പോൾ സൂര്യയുടെ കാര്യം നമ്മളങ്ങ് വിട്ടുപോയി. കാരണം ബാക്കി എല്ലാവരുടെയും ഒരു പെർഫോമൻസ് ആ രീതിക്കാണ്. പക്ഷെ നമ്മൾ അത് കണ്ട് വന്ന് അവസാനത്തോടായപ്പോഴാണ് പിന്നെ ഓർക്കുന്നത്, സൂര്യ ഉണ്ടായിരുന്നില്ലേ. അപ്പം സൂര്യയും കൂടെ ലാസ്റ്റ് കാണിച്ച ആ 5 മിനിറ്റ് വന്ന് അദ്ദേഹം ബാക്കി എല്ലാവരെയും അടിച്ച് തകർത്തിട്ടൊരു പോക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് അത്രയും നേരം പടം കണ്ടിട്ട് മറന്നുപോയി സൂര്യ പടത്തിലുണ്ടല്ലോ, അപ്പം ഇനി അതും കൂടെ ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പം എന്തായാലും നമ്മുടെ ഈ ലോകേഷിൻ്റെ ഒരു തല തന്നെയാണത്. കാരണം അദ്ദേഹം ആ സിനിമ അത്ര നല്ല രീതിക്ക് എടുത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നാഞ്ഞത്, നമ്മൾ മറന്നുപോയത്. അപ്പം എന്തായാലും ഈ വരുന്ന LCU ഷോർട്ട് ഫിലിമിനകത്തും അതേപോലെ തന്നെ ആയിരിക്കും. നമ്മൾ ആ ഒരു സിനിമ, അതായത് ആ ഒരു ഷോർട്ട് ഫിലിം കണ്ടുകൊണ്ടിരിക്കാൻ നേരം ചിലപ്പം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്ഥലത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ കാർത്തി വരുന്നത്. എന്തായാലും നമുക്ക് കണ്ടതിനറിയാം. പിന്നെ ഒരു ചെറിയൊരു സംഭവം കൂടെ, നമ്മുടെ ലോകേഷിൻ്റെ ഇപ്പോൾ അടുത്തതായിട്ട് പുറത്തിറങ്ങാൻ പോകുന്ന നമ്മുടെ തലവേരി നായകനായിട്ട് സിനിമ കൂലി, ആ സിനിമയെ LCU ആണെന്നൊക്കെ ഒരു ടോക്ക് ഉണ്ട്. നമുക്ക് എന്തായാലും അത് കറക്റ്റ് അറിയത്തില്ല. അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അതായത് നമ്മുടെ കാർത്തി ആണെങ്കിൽ ഈ ഒരു LCU ഷോർട്ട് ഫിലിമിൽ പുള്ളിക്കാരൻ്റെ ഒരു ക്യാമിയോ റോൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.